ട്രംപ് എന്ന ഫ്രണ്ട് നഷ്ടപ്പെടുമ്പോൾ റഷ്യ എന്ന പുതിയ ബെസ്റ്റി. ഇന്ത്യക്ക് മുന്നിൽ തുറക്കുന്ന പുത്തൻ സാധ്യതകൾ എന്തൊക്കെ? ലോക ഭൂപടത്തിൽ അമേരിക്കയുടെ സർവാധിപത്യം അവസാനിക്കുകയാണോ? പുതിയ ശാക്തിക ചേരികളുടെ ധ്രുവീകരണം സമവാക്യങ്ങളിൽ എന്ത് മാറ്റം സൃഷ്ടിക്കും? ഇന്ത്യക്കും റഷ്യയ്ക്കുമൊപ്പം ചൈനയും കൈകോർത്താൽ ആ ചെക്കിനെ മറികടക്കാൻ ട്രംപിന് കഴിയുമോ? ഇന്ത്യ ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ്. കൂടാതെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യവും. വ്യവസായശാലകൾ, വാഹനങ്ങൾ, വീടുകൾ, ബിസിനസ്സുകൾ എന്നിവയെല്ലാം പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യക്ക് ധാരാളം ഇന്ധനം ആവശ്യമാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനു മുമ്പ് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയിൽ 0.2% മാത്രമായിരുന്നു റഷ്യയുടെ പങ്ക്. നിലവിലത് 35 മുതൽ 40%. മാത്രമല്ല, ഇന്ത്യയുടെ പരമ്പരാഗത എണ്ണ സ്രോതസ്സുകളായ ഗൾഫ് രാഷ്ട്രങ്ങളെ ബഹുദൂരം പിന്തള്ളിയാണ് റഷ്യ ഒന്നാമതെത്തിയത്. ഇതിന് കാരണം റഷ്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകാൻ തയ്യാറായിരുന്നു. ഇത് ഇന്ത്യക്ക് പണം ലാഭിക്കാനും രാജ്യത്തിന്റെ ഇന്ധന ആവശ്യങ്ങൾ സുരക്ഷിതമാക്കാനുമുള്ള ഒരു അവസരമായി മാറി. ഇത് മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധം, വ്യാപാരം, ഊർജം എന്നീ മേഖലകളിലെ ഒരു ദീർഘകാല പങ്കാളിയാണ് റഷ്യ. എണ്ണ വാങ്ങുന്നത് ഈ ബന്ധത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് വളരെ നീണ്ടതും ശക്തവുമായ ഒരു ചരിത്രമുണ്ട്. ഈ ബന്ധം പലപ്പോഴും ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെ അതിജീവിച്ച ഒന്നാണ്. 2024-25 കണക്ക് പ്രകാരം ഇന്ത്യയും റഷ്യയും തമ്മിലെ ഉഭയകക്ഷി വ്യാപാരം $68.7 ബില്യൺ. കോവിഡ് കാലത്തിന് മുമ്പ് ഇത് 10.1 ബില്യൺ മാത്രമായിരുന്നു. 68.7 ബില്യണിൽ 63.84 ബില്യണും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതിയാണ്. റഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി വെറും 4.88 ബില്യൺ മാത്രമാണ്. 2030ഓടെ വ്യാപാരം 100 ബില്യണിൽ എത്തിക്കുകയാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിനിടെയാണ് ട്രംപ് ഇപ്പോൾ താരിഫ് ഉപരോധ ഭീഷണിയുമായി എത്തിയത്. 2022 റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി. റഷ്യയെ ശിക്ഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളെ പിന്തുടരാതെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചു. ഞങ്ങളുടെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ചത് എവിടെ നിന്നാണോ അവിടെ നിന്ന് ഞങ്ങൾ എണ്ണ വാങ്ങും. ഇതാണ് ഇന്ത്യയുടെ നിലപാട്. ട്രംപിന്റെ ഇരട്ട തീരുവയ്ക്ക് പിന്നാലെ നിർണായക നീക്കങ്ങളാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നു. മറ്റൊന്ന്, വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു. ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഷീ ജിൻപിങ്ങുമായി മോദിയും പുടിനും ചർച്ച നടത്തുമെന്ന സൂചനകളുമുണ്ട്. ഇവയെല്ലാം ട്രംപിനെതിരായ നീക്കത്തിന്റെ ഭാഗമായി വിലയിരുത്താം. 2018 മോദി അവസാനമായി ചൈന സന്ദർശിച്ചത്. അതിനുശേഷം ഗൽവാൻ താഴ്വരയിൽ നടന്ന സൈനിക ഏറ്റുമുട്ടലുകൾ കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ മോദിയുടെ ചൈനീസ് സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രാദേശിക സുരക്ഷ, ഭീകരവാദം, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടിയിൽ SCO അംഗരാജ്യങ്ങളുമായി ചർച്ച ചെയ്തേക്കും. ഇന്ത്യ ചൈന ബന്ധത്തിൽ സ്ഥിരതയും സംഭാഷണങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടക്കും. ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരുമായി അനൗപചാരിക കൂടിക്കാഴ്ചകൾക്കും സാധ്യതയുണ്ട്. അതേസമയം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റഷ്യ പ്രതിരോധ സുരക്ഷാ സഹകരണം, നിലവിലെ വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യം, ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണ വിതരണം തുടങ്ങിയവ ചർച്ചയായി. കൂടുതൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത്, ഇന്ത്യയിൽ അറ്റകുറ്റപ്പണികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നത്, റഷ്യയുടെ Su-57 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള സാധ്യതകളിലും ധാരണയായി എന്നാണ് വിവരം.
അതിനിടെ ഈ മാസം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യ സന്ദർശിക്കുന്നുണ്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും റഷ്യൻ ഉപപ്രധാനമന്ത്രി യൂറി ബോറോസോവുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. തർക്കങ്ങൾക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുമെന്ന വിവരവുമുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പങ്കുവച്ചത്. കഴിഞ്ഞ വർഷം മോദിയും പുടിനും 2 തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വിഷയം വെറും എണ്ണയെക്കുറിച്ചുള്ളതല്ല, ആഗോള ശക്തിയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ തങ്ങളെ ഇനി എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അവർ തുല്യമായ പരിഗണനയും തീരുമാനങ്ങളിൽ സ്വാതന്ത്ര്യവും ആഗ്രഹിക്കുന്നു. ഇന്ത്യ സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഒപ്പം വിദേശ സമ്മർദ്ദങ്ങൾക്ക് എളുപ്പത്തിൽ വഴങ്ങാൻ തയ്യാറാകുന്നുമില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയെയും യൂറോപ്പിനെയും അതൃപ്തരാക്കിയിരിക്കാം. എന്നാൽ ഇത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെയും സ്വന്തം രാജ്യത്തിന്റെ താൽപ്പര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെയും വ്യക്തമാക്കുന്നതാണ്. ഊർജ്ജവില ഉയർന്നതും ലോകം സംഘർഷങ്ങളാൽ വിഭജിക്കപ്പെട്ടതുമായ ഈ സമയത്ത് ഇന്ത്യ അതിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ജനങ്ങൾക്കും ഏറ്റവും മികച്ചതെന്താണോ അത് ചെയ്യുന്നു. ഈ നിലപാട് എല്ലാവരെയും സന്തോഷിപ്പിച്ചെന്ന് വരില്ല. എന്നാൽ ഇത് പരമാധികാരം, സമനില, സ്വാതന്ത്ര്യം എന്നിവയുടെ ഒരു ശക്തമായ സന്ദേശമാണ്. വർഷങ്ങളായി തുടരുന്ന പലവിധ ലോക സാഹചര്യങ്ങളെ ഒരുമിച്ച് നിന്ന് മറികടന്ന ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് അത് ഇല്ലാതാവുകയോ ഏതെങ്കിലും തരത്തിലുള്ള കോട്ടം സംഭവിക്കുകയോ ചെയ്യുമെന്നാണ് അമേരിക്കൻ ചേരി കരുതുന്നതെങ്കിൽ അത് വെറുതെയാണ്. ഇന്ത്യ റഷ്യ ബന്ധം തുടരും. അത് അമേരിക്ക കരുതുന്നതിനേക്കാൾ അധികം ദൃഢതയുള്ള ബന്ധമാണ്.